ബിനാലയുടെ പേരിൽ മട്ടാഞ്ചേരി ബസാർ റോഡിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു കലാസൃഷ്ടിയിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ അടയാളങ്ങളിൽ ഒന്നായ അന്ത്യ അത്താഴം അപമാനകരമായും വികലമായും അവതരിപ്പിച്ചതിൽ സീറോ മലബാർ സഭ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. കോടിക്കണക്കിന് വിശ്വാസികൾ ആത്മീയ പ്രചോദനത്തിൻ്റെ പ്രതീകമായി കരുതുന്ന അന്ത്യ അത്താഴ രംഗത്തെ അവഹേളിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചത് വിശ്വാസങ്ങളോടുള്ള അടിസ്ഥാന ബഹുമാനം ലംഘിക്കുന്ന നടപടിയാണെന്ന് സഭ വിലയിരുത്തുന്നു. ഇത് കഴിഞ്ഞ ദിവസം സീറോ മലബാർ PR ഫാദർ ടോം ഒലിക്കലോട്ട് ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പാണ്. ശരിയാണ്, അന്ത്യ അത്താഴത്തെ വികലമായി ചിത്രീകരിച്ചു. അത് ചിത്രീകരിച്ചത് പോരാ, അത് പരസ്യമായി പ്രദർശിപ്പിച്ചു. ഇവിടെ ഏകീകൃത കുർബാനയ്ക്കായി വിശ്വാസികൾ അഹിംസയിലൂന്നിയ പട പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ബസലിക്കയ്ക്കുള്ളിലും പുറത്തും. അത് സഭാവിരുദ്ധമെന്ന് ഇവരൊക്കെ മുദ്രകുത്തി. അതിലൊന്നും ഒരു ദുഃഖവും സഭ അധികൃതർക്കില്ല. സ്വന്തം സഭ നന്നാക്കിയിട്ട് പോരെ PRO നാട് നന്നാക്കാൻ? കുർബാനയെ അവഹേളിച്ചപ്പോൾ തോന്നാത്ത വിഷമം ഏതെങ്കിലും ഒരു ചിത്രം കാണുമ്പോൾ തോന്നുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടാണോ? ചിത്രകാരൻ്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ സഭയ്ക്ക് എന്ത് ധാർമ്മിക അവകാശം എന്നത് മറു ചോദ്യം. സാംസ്കാരികരണം ചോദിക്കുന്നത് ആ ചോദ്യം. പുരോഹിതർ പരിശുദ്ധ കുർബാനയെ ആവർത്തിച്ച് അവഹേളിച്ച് ഒരു നടപടിയും സ്വീകരിക്കാത്ത നെറുകെട്ട സഭാ നേതൃത്വം ആരോ എവിടെയോ എന്തോ ഒരു ചിത്രം വരച്ചു വെച്ചതിൻ്റെ പേരിൽ കുണ്ഠിതപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്? ബഹുമാനപ്പെട്ട PRO ഇനി പറയുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മനസ്സെങ്കിലും ഒന്ന് കാട്ടണം. റിലേ സമര കുർബാന ചൊല്ലിയ ക്രിമിനൽ വൈദികർക്കെതിരെ സഭ എന്ത് നടപടിയെടുത്തു? കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന വൃദ്ധ വൈദികന് നേരെ വധശ്രമം നടത്തിയവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? മാർപ്പാപ്പയുടെ പ്രതിനിധി പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന് നേരെ വധശ്രമം നടത്തിയ വിമത ക്രിമിനൽക്ക് നേരെ എന്ത് നടപടിയെടുത്തു? പിയാത്ത രൂപത്തെ വികലമായി അവതരിപ്പിച്ച വിമത വൈദികർക്കെതിരെ സഭ എന്ത് നടപടി സ്വീകരിച്ചു? ഓറിയൻ്റൽ കോൺഗ്രസിൻ്റെ പ്രിഫെക്ട് കർദിനാൾ സാന്ദ്രയുടെയും സഭാധ്യക്ഷൻ്റെയും കോലം കത്തിച്ച വിമത വൈദികർക്കെതിരെ എന്ത് നടപടി സഭാരൂപത സ്വീകരിച്ചു? ഒന്നിനും ഒരു ഉത്തരവ് നൽകാൻ കയ്യിലൊന്നും കാണില്ല. സഭ നന്നാക്കിയിട്ട് പോരെ മിസ്റ്റർ PRO നാട് നന്നാക്കാൻ എന്നാണ് വീണ്ടും ചോദിക്കുന്നത്. കുർബാനയെ അവഹേളിച്ചപ്പോൾ തോന്നാത്ത വിഷമം ഏതെങ്കിലും ചിത്രം കാണുമ്പോൾ തോന്നുന്നത് അത് സഭയിലെ മെത്രാന്മാർക്ക് മാത്രമായിരിക്കും. നമ്മുടെ സമൂഹത്തിനുള്ളിൽ തന്നെ ഐക്യത്തിൻ്റെ കുറവ് വളരെ വ്യക്തമായി കൊണ്ടിരിക്കുന്നു. സഭാ സമൂഹത്തിൽ ഐക്യം ദുർബലപ്പെട്ടിരിക്കുന്നു. വിശേഷിപ്പിച്ച് ചില ആത്മീയ പിതാക്കന്മാർ അവരുടെ തെറ്റായ പ്രവൃത്തികൾക്കും നിയമഭീതിക്കും കൂടാതെ വേഗത്തിൽ പ്രശസ്തിയും അംഗീകാരവും നേടിയെടുക്കണം എന്ന ആഗ്രഹവും കാരണം അതിന് നമ്മൾ സ്വാർത്ഥതയെന്നും അത്യാഗ്രഹമെന്നും പറയും. വ്യക്തമായ കാര്യങ്ങളിൽ നിലപാടെടുക്കാതെ മൗനം പാലിക്കുന്നു. ഇത് പല വിശ്വാസികളിലും ആശയക്കുഴപ്പം തുടക്കത്തിലുണ്ടാക്കി. ഇപ്പോൾ വിശ്വാസികൾക്കെല്ലാം വ്യക്തമായി സഭ ദുർബലമാകാൻ കാരണം അതുതന്നെയാണ്. സഭ തമ്മിൽ പിളർന്നാൽ നമ്മെ നിയന്ത്രിക്കാനും വഴിതെറ്റിക്കാനും മറ്റുള്ളവർക്ക് വളരെ എളുപ്പമാകുമെന്ന് പിതാക്കന്മാർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. വിഭാഗീയത വളർത്തുന്ന പ്രവൃത്തികളെ പിന്തുണയ്ക്കാതെ സമാധാനവും നീതിയും ഉയർത്തിപ്പിടിക്കുന്നവരെ സഭ ശക്തിപ്പെടുത്തണം, ഒപ്പം നിർത്തണം. ഇപ്പോൾ ഭയത്തിനോ തെറ്റായ പ്രചരണങ്ങൾക്കോ വഴിമാറാനുള്ള സമയമല്ലെന്ന് പിതാക്കന്മാർ ഓർക്കണം. സിനഡ് അടുത്ത് വരികയാണ്. സത്യം തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ ഐക്യത്തോടെ നിൽക്കേണ്ട സമയമാണിത്. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് മോശം കാലമണി രാജ്യത്ത്. നമ്മുടെ രാജ്യം, സമൂഹം, വരും തലമുറ, ഇതിനെല്ലാം എതിരെ നിൽക്കുന്ന ചില പിതാക്കന്മാർ, മെത്രാന്മാർ എല്ലാവർക്കും നല്ലത് വരുത്താൻ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. സഭ അതിനെങ്കിലും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഇപ്പോൾ ഈ വേളയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം സഭയിലുണ്ടായത് സർവനാശത്തിലേക്കുള്ള ഒരു തുടക്കമാണ്. സഭ ഒരിക്കലും നശിക്കാൻ പാടില്ല. വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ, അല്ലാതെ മെത്രാന്മാരുടെ വൈദികരുടെ കൂട്ടായ്മയല്ല. വിശ്വാസികളുടെ ഈ സഭയെന്ന സീറോ മലബാർ സഭയെന്ന ഈ വിശാലമായ കോടിക്കണക്കിന് വിശ്വാസികൾ വരുന്ന ഈ കൂട്ടത്തെ നയിക്കേണ്ടവരാണ് വൈദികരും, അവരെ നയിക്കേണ്ടവരാണ് മെത്രാന്മാരും പിതാക്കന്മാരുമൊക്കെ. അതിലൊക്കെ പാലിൽ വെള്ളം കലർത്തുന്നത് പോലെ വെള്ളം കലർത്തിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ പാലിൻ്റെ വെണ്മ നഷ്ടപ്പെടും, തൂവെള്ള നിറം നഷ്ടപ്പെടും. പിന്നെ നിറമില്ലാത്ത ജലമായി അത് അവശേഷിക്കും. മെത്രാന്മാരുടെതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം കാനോനിക നിയമങ്ങളെല്ലാം പഠിച്ചവരാണ്. ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കാൻ പരിശീലിപ്പിച്ചവരാണ്, വൈദികരാണവർ. പക്ഷെ അവർക്ക് ഈ 2026 സൽബുദ്ധി തോന്നട്ടെ എന്ന് വിശ്വാസികൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്.